വാർത്താ സമ്മേളനത്തിനിടെ അധിക്ഷേപിച്ച യൂട്യൂബർക്ക് ചുട്ട മറുപടിയുമായി നടി ഗൗരി കിഷൻ. നടിയുടെ ഭാരം എത്ര എന്ന യൂട്യൂബറുടെ ചോദ്യത്തിനാണ് രൂക്ഷ പ്രതികരണം. നടിയെ പിന്തുണയ്ക്കാതിരുന്ന സംവിധായകൻ അബിൻ ഹരിഹരനും നടൻ ആദിത്യ മാധവനുമെതിരെ സമൂഹമാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ്. ஒரு பொம்பளை அந்த ஒரு பேசிக் ரெஸ்பெக்ட் காமிக்காம என்ன வச்சு கத்துறீங்க நீங்க. ஆமா, அப்புறம் அப்படி ஒரு கேள்வி கேட்டா நான் அன்னைக்கு ஒன்னும் சொல்லல சார். அன்னைக்கு நான் ஒன்னும் சொல்லல. நான் உங்களை ரெஸ்பெக்ட் பண்ணேன். சரி, அது நான் அந்த கேள்வி ப்ராசஸ் பண்றதுக்கே அந்த டைம் எடுத்துக்கு. அதனாலதான் அன்னைக்கு நான் ஒன்னும் சொல்லல. ஆனா என்ன அது ஒரு மென்டல் ஹெல்த் சார் நான் சொல்றேன், டோன்ட் இன்டரப்ட் மீ. நான் சொல்றது எவ்ரி woman has a different body type. என்னோட பிரச்சனை உங்களுக்கு எப்படி தெரியும் சார்? அது என்ன பத்தி கேட்டா சொன்னா எனக்கு ஒரு ஒப்பீனியன் இருக்காதா? ஆமா, அதுக்கு நான் ஜீரோ சைட்ல இருக்கணுமா? நான் சரி, என்ன தப்பா? அது தப்பு தான் சார். நீங்க பாடி ஷேம் தான் பண்ணீங்க, அது தப்பு தான். லைக் ஐ வுட் லைக் டு டேக் திஸ் ஆப்பர்ச்சுனிட்டி. இல்ல, நான் மன்னிப்புலாம் கேட்க மாட்டேங்க. ஹலோ சார், நீங்க தான் மன்னிப்பு கேட்கணும். அவங்க வெயிட் என்ன, அவங்களை எப்படி தூக்குனீங்க, நெக்ஸ்ட் நீங்க வேற என்னெல்லாம் கேட்பீங்க? நீங்க இப்படி செக்ஷுவலைஸ் பண்றீங்க ஒரு ஃபீமேல் கேரக்டர்ல, அது எப்படி கரெக்டா இருக்கும்? என்ன அது நீங்க இங்கிலீஷ்ல கேட்டீங்க என்ன வெயிட்னு. என்ன எனக்கு தமிழ் தெரியாது, நான் இங்கதான் പഠിച്ചത്. ഗൗരി ജി കൃഷ്ണനെ പിന്തുണച്ച് താരസംഘടന അമ്മയും രംഗത്തെത്തി. വിനീത വി ജി വിവരങ്ങളുമായി, ഒപ്പം തന്നെ ആൻമരിയ സണ്ണിയുമുണ്ട്. വിനീത വി ജിയിലേക്കാണ് ആദ്യം. വിനീത, ഇവിടെ ഒരു ചിത്രത്തിന്റെ പ്രൊമോഷനാണ്, അവിടെയാണ് ഇത്തരം ചോദ്യങ്ങൾ ഉയരുന്നത് എന്നതാണ്. അതിൽ ഈ കുട്ടി പറയുന്നത് തന്നോട് മാത്രം, തന്നെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ, ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ നടനോട് ചോദിക്കുമ്പോൾ ആ സിനിമയെക്കുറിച്ചൊക്കെയാണ് പൊതുവെ ഉള്ള അഭിപ്രായം ഒക്കെ പറയുന്നു. പക്ഷേ തന്നെക്കുറിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുകയാണ്. ആ സിനിമയിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു, അതിലെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിലെ പെർഫോമൻസ്, അതൊന്നുമല്ല പറയുന്നത് എന്ന് വളരെ രൂക്ഷമായുള്ള പ്രതികരണത്തിലൂടെയാണ് പിന്നീട് ഈ കുട്ടി മാധ്യമങ്ങളോടൊക്കെ പറയുമ്പോഴും അത് തന്നെയാണ് ഈ കുട്ടി പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത്. സംവിധായകനും നടനും, അതായത് സഹതാരം, ഇക്കാര്യത്തിൽ ഒരു പിന്തുണയ്ക്കുമില്ല, അവർ എതിർക്കുന്നില്ല എന്നുള്ള ആ ഒരു കാര്യവും ഇപ്പോൾ വിമർശന വിധേയമായിട്ടുണ്ടല്ലോ. തീർച്ചയായും അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനമായിരുന്നു. ആ വാർത്താ സമ്മേളനത്തിലാണ് ഒരു യൂട്യൂബർ, അതും ആ സിനിമയുടെ തന്നെ നടനും സംവിധായകനും ഒപ്പമാണ് ഗൗരി ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനിടയിലാണ് ആ യൂട്യൂബർ ചോദിക്കുന്നത്. ആ ചിത്രത്തിലൊരു രംഗമുണ്ടായിരുന്നു, ഈ സഹ നടൻ ഗൗരിയെ എടുത്തുയർത്തുന്നതായിരുന്നു ആ രംഗം. അതിൽ ആ ഒരു രീതിയിലാണ് ഈ യൂട്യൂബർ ആ ചോദ്യം ഈ സഹ നടനോട് ചോദിക്കുന്നത്. ഗൗരിക്ക് എത്രയുണ്ട് ആ ഭാരം എന്ന തരത്തിലായിരുന്നു ആ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്. ആ ചോദ്യം വന്നപ്പോൾ തന്നെ അവർ അതിൽ കൃത്യമായിട്ടുള്ള മറുപടിയും നൽകുന്നുണ്ട്. ഇതൊരു ചോദ്യമാണോ? ഞാനൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വാർത്താ സമ്മേളനം നടക്കുന്നത്. എന്റെ കഥാപാത്രത്തെ കുറിച്ചോ അല്ലെങ്കിൽ ആ സിനിമയെ പറ്റിയോ നിങ്ങൾ ചോദിക്കുന്നില്ല. പകരം എന്റെ വെയിറ്റിനെ കുറിച്ച് ആ സഹനടനോടാണ് നിങ്ങൾ ഇത്തരത്തിലേക്ക് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഇത് ബോഡി ഷെയ്മിംഗ് അല്ലേ? ഇതൊരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ആ നടനോടോ അല്ലെങ്കിൽ മറ്റൊരാളോടോ ആണ് എങ്കിൽ താങ്കൾ ഇത്തരത്തിലേക്ക് ഒരു ചോദ്യം ചോദിക്കുമായിരുന്നോ എന്ന തരത്തിലാണ് അവർ അതിന് മറുപടി നൽകുന്നത്. പക്ഷേ ആ മറുപടി കേൾക്കാൻ പോലും തയ്യാറാകാതെ ക്ഷുഭിതനായാണ് ആ യൂട്യൂബർ മറുപടി നൽകുന്നത്. ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യമാണ് ചോദിച്ചത്, അതിൽ നിങ്ങൾ ഇത്രയ്ക്ക് ക്ഷുഭിതരാകേണ്ട കാര്യം എന്താണ്? നിങ്ങൾ മാപ്പ് പറയണം എന്നൊക്കെ ആ യൂട്യൂബറും ഗൗരിയോട് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ട് തൊട്ടടുത്ത കസേരയിൽ ഒരു അക്ഷരം പോലും മിണ്ടാതിരിക്കുകയാണ് ആ ചിത്രത്തിന്റെ സംവിധായകനും ഒപ്പം തന്നെ ആ ചിത്രത്തിന്റെ നടനും. എന്നാൽ ഇതിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഈ യൂട്യൂബർ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ട് ഗൗരി തന്നെ അതിൽ സംസാരിക്കുന്നുണ്ട്. ഞാനൊരു സ്ത്രീയാണ്, നിങ്ങൾ എന്തിനാണ് എന്നോട് ഇത്രയ്ക്ക് ശുഭിതനായി സംസാരിക്കുന്നത്, എന്തിനാണ് വോയിസ് ഇങ്ങനെ റൈസ് ചെയ്ത് സംസാരിക്കുന്നത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ ആ വേദിയിൽ വെച്ച് തന്നെ അവർക്ക് ഒരു പിന്തുണ നൽകാനോ പോലും ഈ സഹതാരങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. അവർ ചോദിക്കുന്നുണ്ട്, എനിക്ക് പകരം മറ്റൊരു നടനായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇത്തരത്തിലേക്ക് ഒരു ചോദ്യം ചോദിക്കുമായിരുന്നോ? ഞാനൊരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് വന്നത്, ഞാനതിലൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട്, എന്റെ കഥാപാത്രത്തെ കുറിച്ചോ എന്റെ ആ സിനിമയുടെ കഥയെ പറ്റിയോ അല്ലെങ്കിൽ ആ സിനിമയെ പറ്റിയോ നിങ്ങൾ ചോദിക്കൂ. എന്തുകൊണ്ട് നിങ്ങൾ അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല? നിങ്ങൾ വെയിറ്റ് എന്ന് പറഞ്ഞ് എന്റെ ഭാരം എത്രയാണ് എന്ന് നിങ്ങൾ ചോദിക്കുന്നു. അതും സഹനടനോടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. ഇത് ബോഡി ഷെയ്മിംഗ് ആണ്, നിങ്ങൾ മാപ്പ് പറയണം എന്ന് ആ യൂട്യൂബർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ മാപ്പ് പറയില്ല, ഞാൻ കൃത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നതെന്നും ആ നിലപാടിൽ ഉറച്ചു തന്നെയാണ് ഗൗരി അതിന് മറുപടി നൽകുന്നത്. പക്ഷേ ആ ഗൗരി അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുമ്പോഴും ഒപ്പം അടുത്ത
അടുത്ത 2 കസേരകളിലായി ഇരിക്കുന്ന ആ നടനും ആ സംവിധായകനും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിനോടകം അവർക്കെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഗൗരിയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് ഗായിക ചിന്മയടക്കമുള്ള നിരവധി താരങ്ങൾ ഇതിനോടകം രംഗത്തെത്തിയിട്ടുമുണ്ട്. അതിലിപ്പോൾ ഈ യൂട്യൂബറുടെ നിലപാട് അതിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ? ഇതൊക്കെ പറഞ്ഞിട്ടും താൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ന രീതിയിൽ ആണ് ഈ അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് മനസ്സിലാക്കുന്നു വിനീത. ഉറപ്പായും അനുജ അങ്ങനെ തന്നെയാണ്. കാരണം ഗൗരി അതിൽ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയുമ്പോഴും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ആ യൂട്യൂബർ ആക്രോശിക്കുകയാണ്. ഞാൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്, അതായത് ഒരു നടിയുടെ ഭാരം എത്ര എന്ന് ഒരു സഹനടനോട് ചോദിക്കുന്നു. ആ ചോദ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചോദ്യം എന്നാണ് അദ്ദേഹം പറയുന്നത്, ആ യൂട്യൂബർ പറയുന്നത്. അതിൽ ഇത്രയ്ക്ക് എന്താണ് ആക്രോശിക്കാനുള്ളത്? എന്നോട് മോശമായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾ സംസാരിച്ചത്, എന്നോട് നിങ്ങൾ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നു, നിങ്ങൾ എന്നോട് മാപ്പ് പറയണമെന്ന് ആ യൂട്യൂബർ ആവശ്യപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെയും ചില വാർത്താ സമ്മേളനത്തിലെത്തിയ ചില മറ്റ് ബ്ലോഗേഴ്സും മറ്റ് യൂട്യൂബർമാരും ഒക്കെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ മാപ്പ് പറയൂ എന്നൊക്കെ ഗൗരിയോട് അവർ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അത്തരത്തിലേക്കൊരു വലിയ ആക്രമണം നമുക്ക് അങ്ങനെ തന്നെ പറയാം. കാരണം ഇരുവശത്തും പരസ്പരം തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഗൗരി അവരുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ മാപ്പ് പറയണമെന്ന് യൂട്യൂബർക്കൊപ്പം ചേർന്നുകൊണ്ട് ചില ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുമ്പോഴും ഈ തന്റെ നിലപാട് കൃത്യമായി തുറന്നു പറയുകയും അത് ബോഡി ഷെയ്മിംഗ് ആണ് എന്ന തരത്തിൽ അത്തരത്തിലേക്കുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഗൗരിക്ക് ആ വേദിയിൽ യാതൊരു പിന്തുണയും തന്റെ സഹനടനിൽ നിന്നോ ആ സംവിധായകനിൽ നിന്നോ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ഖേദകരമാണെന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. ഇതിനോടകം സോഷ്യൽ മീഡിയയിലടക്കം സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമുണ്ട് നടനും സംവിധായകനും എതിരെ എന്നതാണ്. ഇതിൽ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം വന്നത്, അതുകൂടി ഒന്ന് കേൾക്കാം. ഗൗരിയുടെ പ്രതികരണം. I would like to say that some people in the press, they have an attitude of they have the power to ask whatever you want. It was a highly inappropriate, unnecessary and unsolicited kind of, I can't even call it a question because it was a comment that was made it was extremely insensitive and like with no relation to the film whatsoever. And both incidents, the question was not posed to me. It was all, as women, you're just made to sit there and you're supposed to just take it all in and sit in that discomfort. It was almost like a target. The backlash that happened yesterday, they targeted me and they did it on purpose. It felt like, and it was not like a 30-second or 1 minute. I felt bullied. അതാണ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ചോദ്യം എന്ന തരത്തിലേക്ക് പോലും അതിനെ കണക്കാക്കാൻ കഴിയില്ല എന്നതാണ് ഗൗരിയുടെ പ്രതികരണം. അമ്മ ഈ വിഷയത്തിൽ ഗൗരിക്കൊപ്പമാണ്, ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് അവരും രംഗത്തെത്തിയിട്ടുണ്ട്. ആൻമരിയ സണ്ണി വിശദാംശങ്ങളുമായി. ആൻമരിയ, ബോഡി ഷെയ്മിങ്ങിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അമ്മയുടെ ഈ വിഷയത്തിലെ പ്രതികരണം? മനുഷ്യ അമ്മ എന്ന് പറയുന്ന താരസംഘടന സ്ത്രീകൾക്ക് ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും മുൻപോട്ട് വന്നിരുന്നത്. പുതിയ ഭരണസമിതി അധികാരമേറ്റത് മുതൽ തന്നെ സ്ത്രീ പ്രാധാന്യം ഏറെ ഉറപ്പാക്കുന്നതാണ്. അതിന് ഏറ്റവും ഉദാഹരണമായിരുന്നു ഈ മെമ്മറി കാർഡ് വിവാദത്തിലോ ഒരു കമ്മീഷൻ നിയോഗിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കുന്നതും. ഇതിലിപ്പോൾ മറ്റൊന്നാണ്, ഈ ഗൗരി കൃഷ്ണ പൂർണ്ണ പിന്തുണയാണ്, ഐക്യദാർഢ്യവുമായിട്ട് അമ്മ രംഗത്തെത്തിയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് അമ്മ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ചോദിച്ചറിയുകയാണ് വേണ്ടത്. അല്ലാതെ ഈ രീതിയിലുള്ള ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ഈ രീതിയിലല്ലായിരുന്നു ചോദ്യങ്ങൾ ഉയർന്നു വരേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അമ്മ അതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. അതിനാൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ഗൗരിയുടെ വേദന ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആരായാലും എപ്പോഴായാലും എവിടെയായാലും ബോഡി ഷേമിംഗ് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് അമ്മ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. അമ്മ പൂർണ്ണമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണ് ഗൗരിക്ക്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.